തലസ്ഥാന നഗരത്തിലെ ബ്ലൂ പ്രിന്റ് വികസനം അതിന്റെ പാരമ്യതയിലെത്തിയിട്ടുണ്ട്. ഒരു മുതലാളി പെട്ടിയും തൂക്കി വന്ന് കേരളത്തിലെ ചാനൽ മുതലാളിമാർക്കെല്ലാം പണം കൊടുത്തതിന് ശേഷം മാറ്റം 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 ഒരു തവണ തരൂ, ബ്ലൂ പ്രിന്റ് ഇറക്കി കാട്ടിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തവണ അധികാരം കൊടുക്കാൻ ജനങ്ങൾക്കിടയിലേക്ക് മുഖ്യധാരാ മാധ്യമങ്ങൾ പണവും മേടിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് അവരുടെ മോഹന വാഗ്ദാനങ്ങളെ സംഭവ ബഹുലമായി അവതരിപ്പിച്ചു. ഒടുവിൽ അവർ തന്നെ ഈ സമൂഹത്തോട് പറയുകയാണ്, കുടിവെള്ളക്ഷാമത്തിനും തെരുവു വിളക്കുകൾ പ്രവർത്തിക്കാത്തതിനും പിന്നാലെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് തലവേദനയായി മാലിന്യ പ്രശ്നവും. ശുചീകരണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞതോടെ നഗരത്തിലെ പലയിടങ്ങളിലും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു. പ്രശ്നത്തിൽ നഗരസഭ അടിയന്തരമായി ഇടപെടണമെന്ന് നഗരവാസികളുടെ ആവശ്യം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വന്നിട്ട് 4 മാസം പിന്നിട്ടു. മേയറുടെയും പുതിയ ഭരണസമിതിയുടെയും അവകാശവാദങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കും അപ്പുറം തലസ്ഥാനത്തെ പലയിടങ്ങളിലെയും കാഴ്ച ഇങ്ങനെയാണ്. വീടുകളിൽ നിന്നുള്ള അജൈവ മാലിന്യ ശേഖരണം പാളിയതാണ് നഗരത്തിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ആക്ഷേപം. പുലർച്ചെ 4 മണിക്ക് ആരംഭിച്ചിരുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ നിലച്ചതോടെ ചാക്ക, കുന്നുകുഴി, വള്ളക്കടവ്, ഈഞ്ചക്കൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മാലിന്യത്താൽ പൊറുതിമുട്ടുകയാണ്. മാലിന്യ പ്രശ്നം അപ്പാടെ താളം തെറ്റി. കഴിഞ്ഞ കുറച്ചു നാളായി തുടങ്ങിയിട്ടാണ്. പക്ഷേ ഇപ്പോ മാലിന്യ കൂമ്പാരങ്ങൾ തലസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ദൃശ്യമായി തുടങ്ങിയതായി ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്യുകയാണ്. നഗരവാസികൾക്ക് മൂക്ക് പൊത്താതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ബ്ലൂ പ്രിന്റ് വികസനം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അധിക ദിവസം വേണ്ട, ഇനി 1 മാസത്തിനപ്പുറം സംസ്ഥാനത്ത് കാലവർഷം വരാൻ പോവുകയാണ്. അതായത് ജൂൺ മാസം തൊട്ടാണ് നമുക്ക് കാലവർഷം എത്തുന്നത്. ഇതിനോടൊപ്പം തന്നെ മെയ് അവസാനവും ഇപ്പോൾ തന്നെ വിട്ടുവിട്ട് വേനൽ മഴയും പെയ്യുന്നുണ്ട്. ഈ വേസ്റ്റ് മാലിന്യങ്ങളും അതിനോടൊപ്പം തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഒരു ചുക്കം ചെയ്യാത്തത് കൊണ്ട് തന്നെ കൊതുകിന്റെ വ്യാപനം കൂടി ഉണ്ടാകാൻ പോവുകയാണ്. അതായത് മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ നഗരവാസികൾ കാത്തിരിക്കുന്നത് ജലജന്യ രോഗങ്ങളുടെ അതിപ്രസരമാണ് എന്നുള്ള കൃത്യമായ സന്ദേശം. ഷവർ കാരണം നമുക്ക് ഒരു മഴ വരുമ്പോഴാണ് ഇതിൽ കൂടുതൽ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത്. ഈ സ്മെല്ല് അപ്പോഴാണ് വരുന്നത്. ഇപ്പോഴും വലിയ ഇതില്ല. പക്ഷേ ഈ മഴ വരുമ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. കൊതുകിന്റെ കാര്യം എന്ന് പറയുന്നത് ഭയങ്കര ശല്യമാണ്. അതുപോലെ തന്നെ ഈ ആൾക്കാർ വന്ന് കൊണ്ട് എറിഞ്ഞിട്ട് പോവുകയാണ്. ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞ് ക്യാമറ ബോർഡ് വെക്കുന്നതല്ല, ക്യാമറ ഒന്നും അവർ വെച്ചിട്ടില്ല. പല സ്ഥലത്തും കോർപ്പറേഷൻ ബോർഡ് വെച്ചിരിക്കുന്നു ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞ് നിരീക്ഷണം, പക്ഷെ ക്യാമറ ഇല്ല. മാറ്റം വേണം, അത് ബ്ലൂ പ്രിന്റ് തന്നെ ആയിക്കോട്ടെ. ഇനിയിപ്പോ സർക്കാർ ആശുപത്രികളെല്ലാം സർവ്വസജ്ജമാക്കേണ്ട ഉത്തരവാദിത്തം അത് നഗരസഭയോട് ചോദിച്ചാൽ ഞങ്ങളുടെ ഇവിടെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടെങ്കിലും അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? അതൊക്കെ വെറുതെ ഒരു കാറിൽ ഇങ്ങനെ ചുറ്റി നഗരം കാണുന്ന പരിപാടിയാണ്. അല്ലാതെ നഗരവികസനം, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു പ്രവർത്തനവും ഇല്ല. അല്ലെങ്കിൽ ഇതിനോടകം നഗരത്തിൽ ഇവർ കൊണ്ടുവന്ന മാറ്റം എന്തെന്ന് ചോദിച്ചാൽ കുടിവെള്ളമില്ല, വെളിച്ചമില്ല, മാലിന്യ പ്രശ്നമായി, ജനങ്ങൾക്ക് സേവനങ്ങൾ കിട്ടുന്നത് തന്നെ പരമാവധി ബുദ്ധിമുട്ടിയും തുടങ്ങിയിട്ടുണ്ട്. ആകെ ഷോ ഓഫുകൾ മാത്രം. ഇങ്ങനെയുള്ള അവസ്ഥയിൽ മാധ്യമങ്ങൾ തന്നെ നിരന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഈ വേനൽക്കാലത്ത് പോലും ഒരു ചുക്കും ചെയ്യാതെ തലസ്ഥാനത്തെ അമ്പലങ്ങളിൽ പോയി ഫോട്ടോഷൂട്ടുകൾ നടത്തി അമ്പലങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിയുമ്പോൾ ഏറ്റവും ഒടുവിൽ നഗരത്തിലെ മനുഷ്യർ കാണില്ല, അമ്പലങ്ങളെല്ലാം കൃത്യമായിട്ട് കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. കാര്യം ഈ ക്ഷേത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ ജീവിച്ചിരുന്നാലേ ഇതിനൊക്കെ വിലയുള്ളൂ. പക്ഷേ ഞങ്ങൾ ക്ഷേത്രങ്ങളെ സേവിക്കാൻ വേണ്ടി വന്നവരാണ് എന്ന നിലയ്ക്ക് അമ്പലവാസികളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ വരുന്ന കാലഘട്ടത്തിൽ നഗരത്തിലെ മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം നിങ്ങളുടെ ജീവിതം ദുരിതപൂർണമാവുകയാണ്. ഏകദേശം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നായ നക്കുന്ന അവസ്ഥയിലേക്ക് തലസ്ഥാന നഗരത്തിന്റെ ജനജീവിതത്തെ 4 മാസം കൊണ്ട് ബ്ലൂ പ്രിന്റ് വികസനം മാറ്റിയെന്ന് ഇന്നലകളിൽ പുകഴ്ത്തി പറഞ്ഞ മാധ്യമങ്ങൾക്ക് തന്നെ ഒടുവിൽ പറയേണ്ടി വന്നിരിക്കുന്നു.